ഡിയർ സ്റ്റുഡൻസ്, ഞാൻ രാജേഷ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസറായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ തൃശ്ശൂർ ഡിവിഷനിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന വാർത്തകൾ നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണ്. അതിൽ തന്നെ തൻ്റെ കയ്യിലുള്ള മയക്കുമരുന്ന് പോലീസ് കണ്ടെടുക്കാതിരിക്കാൻ വേണ്ടി അത് വിഴുങ്ങിക്കളയുകയും ആ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യത്താൽ മരണപ്പെടുകയും ചെയ്തൊരു യുവാവിൻ്റെ കഥ പോലും നമ്മുടെ മുൻപിലുണ്ട്. വളരെ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് നടന്നിട്ട്. സമാനമായ രീതിയിൽ സ്വന്തം പാരൻസിനെ വരെ ആക്രമിച്ച് കൊലപ്പെടുത്തുക, ഒന്ന് പരിഹസിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയോ മറ്റോ അറിയിച്ചതിൻ്റെ പേരിൽ പോലും അത്രയും കാലം സൗഹൃദമുണ്ടായിരുന്ന, സ്നേഹബന്ധമുണ്ടായിരുന്ന അയൽപ്പക്കക്കാരനെ പോലും വെട്ടിക്കൊലപ്പെടുത്താൻ മടിയില്ലാത്ത തരത്തിലേക്കൊക്കെ നമ്മുടെ ജ്യേഷ്ഠന്മാരുടെ പ്രായത്തിലുള്ള ആളുകൾ എത്തിപ്പെട്ടു നിൽക്കുന്നത് നമ്മളൊക്കെ വളരെ പകപ്പോടു കൂടിയാണ് കണ്ടു നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും 150 കിലോ അല്ലെങ്കിൽ 200 കിലോ ഒക്കെ ആയി പിടിക്കുന്ന കുട്ടികൾ, സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിൽ 20 ഗ്രാം 40 ഗ്രാം അല്ലെങ്കിൽ 1 kg ഒക്കെ ആയിട്ട് പിടിക്കുന്ന കുട്ടികളാരും അവരിത് യൂസ് ചെയ്തിരുന്ന തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ ഇത്രയും വലിയൊരു ക്രിമിനലായിട്ട് മാറും, അല്ലെങ്കിൽ ഇത്രയും അധികം ഡ്രഗ്സ് ക്യാരി ചെയ്യുന്ന ഒരാളായിട്ട് മാറും, അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം ജയിലിൽ ജീവിച്ചു തീർക്കേണ്ടി വരും എന്നൊന്നും കരുതിയിരുന്ന ആളുകളല്ല. ഏതെങ്കിലും ഒരു സെൻറ്റ് ഓഫിനോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ടൂറ് പോയപ്പോഴോ നാട്ടിലെ ഉത്സവത്തിനോ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരു തമാശയ്ക്ക്, അല്ലെങ്കിൽ ഞാനും ഒരു വലിയ കുട്ടിയായി എനിക്കിത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം, അതല്ലെങ്കിൽ ഒരു കറേജ് എനിക്കുണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഫോർ എ ഫൺ എന്നുള്ള രീതിയിൽ തുടങ്ങിയ ആളുകളെയാണ് നമ്മളിന്ന് ഇത്രയും ഒരു ഭീകരമായ അവസ്ഥയിൽ കൊലപാതകികളായിട്ടും അല്ലെങ്കിൽ സ്വന്തം ജീവിതം തന്നെ അപകടപ്പെടുത്തുന്ന തരത്തിൽ സൂയിസൈഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് ഇതിനെതിരെ എങ്ങനെ സംഘടിക്കണം, ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വരുന്നത്. ഞങ്ങൾ പിടിക്കുന്ന ഒരു 90% കുറ്റവാളികളും ഞങ്ങൾ ചോദ്യം ചെയ്യുന്ന വേളയിൽ ഞങ്ങളോട് തുറന്ന് സമ്മതിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 100 പേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 90 പേരും ആദ്യമായി ഇത്തരം ഡ്രഗ്സ് പരീക്ഷിച്ചിട്ടുള്ളത് അവരുടെ 16, 17, 18, 19 ഈ ഏജുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആൻറ്റി ഡ്രഗ്സ് അവയർനെസ്സിൻ്റെ സെഷൻസ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും. ഏറ്റവും അവസാനം ഇപ്പോൾ കഴിഞ്ഞ വർഷം തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു, 2 വർഷം മുൻപ് ഒരു നർക്കോട്ടിക്സ് കേസുമായി ബന്ധപ്പെട്ട് ഒരു 25 വയസ്സ് 26 വയസ്സുള്ള ചെറുപ്പക്കാരന് കോടതിയിൽ നിന്ന് ലഭിച്ച ശിക്ഷ എന്ന് പറയുന്നത് 28 വർഷത്തെ ഇംപ്രിസൺമെൻറ്റാണ്, തടവാണ്. അതായത് 26 വയസ്സുകാരനെ ഇനി പുറത്തിറങ്ങുന്നത് അയാളുടെ 54ാമത്തെ വയസ്സിലാണ്. നിലമ്പൂർ തന്നെ ലോറിയിൽ കഞ്ചാവ് കടത്തിയിരുന്ന ഒരു 4 അംഗ സംഘത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ആ കേസിൻ്റെ വിധി വന്നപ്പോൾ 30 വർഷമാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷ. അതായത് അയാളുടെ യൗവനം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം ജയിലിൽ തന്നെ ഹോമിക്കപ്പെടേണ്ട അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ ചേട്ടന്മാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തമാശയ്ക്ക് ഒരു ചെറിയ അളവിൽ ഏതോ കൂട്ടുകാരൻ പറഞ്ഞതിൻ്റെ പേരിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ വീട്ടുകാരെ സങ്കടപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ? ജീവിതത്തിലൊരു ട്രാജഡി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ, അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ നമ്മൾ ഡ്രഗ്സിനെയാണോ ആശ്രയിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. നമുക്ക് നല്ല കളിയിടങ്ങൾ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ഗെയിമിൽ മസ്റ്റായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും എല്ലാ ഗെയിമും ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളൊരു പ്രഷർ ടൈമിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ ഒരു ഗ്രൗണ്ടോ ഒരു കോർട്ടോ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ചിലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട്സിൻ്റെ ടീം നമ്മുടെ ഇടയിലുണ്ടാവണം. 90% കുട്ടികളും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡ്രഗ്സുമായിട്ട് പിടിക്കുന്ന ആളുകളെയും
ഇത്തരം സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അവരുടെ പിയർ ഗ്രൂപ്പ് തന്നെയാണ്, അവരുടെ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക. ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനസ്സും ധൈര്യവും കാണിക്കുന്ന ഫ്രണ്ട് സർക്കിളിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നർക്കോട്ടിക്സ് കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റേത് തരത്തിൽപ്പെട്ട മയക്കുമരുന്നാണെങ്കിലും അത്തരം കേസുകളിൽ നമ്മൾ ഉൾപ്പെടുന്നതിന് ആ ഡ്രഗ് യൂസ് ചെയ്യണമെന്നോ കൈവശം വയ്ക്കണമെന്നോ നിർബന്ധമില്ല. നമ്മൾ നമ്മുടെ ഫോൺ വഴി അത്തരം ഡ്രഗ് ഓർഡർ ചെയ്യുകയോ ഇത്തരം ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നതിന് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുകയോ അല്ലെങ്കിൽ കേവലം ഇത്തരം ഒരു ക്രൈം ചെയ്യുന്നതിനുള്ളൊരു ടീമിൽ നിങ്ങൾ ഉൾപ്പെട്ടാൽ പോലും, അതിനെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തിയാൽ പോലും, ഒരു കോൺസ്പിറസി നടത്തിയാൽ പോലും, എത്ര ഡ്രഗ് ആണോ ഈ കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള അതേ ശിക്ഷ നിങ്ങൾ ഈ ടീമിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ മാത്രം, ഞാൻ പറയുന്നത് ഇങ്ങനെ ഡ്രഗ് കടത്താനുള്ള പ്ലാനിങ് ടീമിലോ കോൺസ്പിറസി നടത്തുന്ന ടീമിലോ നിങ്ങൾ പെട്ടാൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് GPay വഴിയോ മറ്റോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ പോലും നേരത്തെ പറഞ്ഞ ആ കേസിന് എന്ത് ശിക്ഷ കിട്ടുമോ അതേ ശിക്ഷ തന്നെ നിങ്ങളുടെ ഈ പങ്കാളിത്തത്തിന് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. അത്രയും സിവിയർ ആയിട്ടുള്ള സെക്ഷൻസാണ് നർക്കോട്ടിക്സ് കേസിലുള്ളത്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന ശിക്ഷകൾ മയക്കുമരുന്ന് കേസുകൾ അതിൻ്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. റിപ്പീറ്റഡായിട്ട് ഇത്തരം കേസുകളിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ആദ്യത്തേതിൽ നിന്ന് ഇരട്ടിയാണ്, 1.5 ഇരട്ടിയിലധികം അല്ലെങ്കിൽ സമയം നമുക്ക് കാലയളവോ ഫൈനോ നമ്മൾ സഹിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് പോകണമെങ്കിൽ, വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ഒരു നിശ്ചിത ശതമാനം കുട്ടികൾ, പക്ഷെ അത്തരം സാധ്യതകൾ നമുക്ക് ഇല്ലാതെയാവും. നാളെ നിങ്ങളൊരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി നോക്കുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരും. അവിടെ നമ്മൾ ഓക്കെ അല്ലെങ്കിൽ യെസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അപേക്ഷ മൂവ് ചെയ്യില്ല, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നർക്കോട്ടിക്സ് കേസിലോ അല്ല അബ്കാരി കേസിലോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ളൊരു കുറ്റകൃത്യത്തിൽ പെട്ട ഒരാൾക്ക് ഗവൺമെൻറ് സെക്ടറിലുള്ള ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ കേസ് പിന്നീട് തീരണം. അപ്പോൾ ഇത്തരം സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ കുട്ടികളാണ്, പല ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെന്നെ അത് ബാധിക്കില്ല എന്ന് നിങ്ങൾ കരുതരുത്. ജുവനൈലാണെങ്കിൽ പോലും ഇതേ ശിക്ഷകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പ്രൊസീജിയറുകളിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നർക്കോട്ടിക്സ് കേസിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഡ്രഗ്സിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്നൊരു കാര്യം, അതിൽ മുഴുവൻ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മുഴുവൻ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിലും നമുക്കൊരു 100% തിരിച്ചു വരവ് ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല. ഏറ്റവും പ്രധാനം ഈ കൺസേൺഡ് വ്യക്തി എനിക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളതിന് വില്ലിങ് ആവണം എന്നുള്ളതാണ്. പല കുട്ടികൾക്കും അതിന് സാധിക്കുന്നില്ല. കേവലം ഉപയോഗം മാത്രം ഉണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഇതിൻ്റെ കാരിയേഴ്സും സെല്ലേഴ്സുമായി മാറുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഡ്രഗ്സിന് അടിമപ്പെട്ട ഒരാൾക്ക് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലോ അയാളുടെ പഠനത്തിലോ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ഫോക്കസ് ചെയ്യാനുള്ള അയാളുടെ കഴിവ്, എബിലിറ്റി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നഷ്ടപ്പെടും. അതിനേക്കാളേറെ അയാളുടെ ഉറക്കം, റുട്ടീൻസ്, ബോഡിയുടെ ആദ്യമുണ്ടായിരുന്നൊരു മെറ്റബോളിക് സ്റ്റൈൽ, ഇതൊക്കെ വളരെ പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഒരു നോർമൽ ഒരു വ്യക്തിക്ക് സ്ഥിരമായി ജോലിക്ക് പോകുന്ന പോലെയോ സ്ഥിരമായി ഒരു പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോലെയോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ ഡ്രഗ്സിനോടുള്ള ഇയാളുടെ താല്പര്യം കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സ് പിന്നെ ഇയാൾക്ക് ലഭിക്കണമെങ്കിൽ സ്ഥിരമായി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കേസുകളിൽ പെട്ടിട്ടുള്ളത് കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നമുക്കൊന്ന് എബ്രോഡ് പോകാനോ അതല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലോ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ലാതെയാവുന്നു. പിന്നെ ഇയാളുടെ അവസാന മാർഗം എന്ന് പറയുന്നത് യൂസ് ചെയ്യണമെങ്കിൽ പൈസ എന്തായാലും ആവശ്യമാണ്.
അപ്പോൾ അതുവരെ കേവലം ഒരു കൺസ്യൂമറായിരുന്ന വ്യക്തി ഒരു മോണിറ്ററി ബെനിഫിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് വിൽക്കുന്ന ആളായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് എ സ്റ്റുഡൻറ്റ് നമ്മുടെ റോള് ഈ ആൻറ്റി ഡ്രഗ്സ് പ്രവർത്തനത്തിൽ എന്താണ്? കേവലം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തതുകൊണ്ടോ ഫ്ലാഷ് മോബുകളോ റാലികളോ കണ്ടക്ട് ചെയ്തതുകൊണ്ടോ അവസാനിക്കേണ്ടതാണോ ഒരു വിദ്യാർത്ഥിയുടെ കടമ എന്നുള്ളത്? അല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗമോ വിൽപ്പനയോ ശ്രദ്ധയിൽപ്പെട്ടാൽ സധൈര്യം നിങ്ങൾക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അറിയിക്കാൻ സാധിക്കണം. നമുക്ക് എപ്പോഴും ഒരു ഭയമുണ്ട്, ഈ ഇൻഫർമേഷൻ തരുന്ന എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തറിയുമോ? ഞാൻ 100% ഉറപ്പ് പറയാം, ഒരിക്കൽ പോലും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എവിടെയും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ. വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. നമ്മളെ ബാധിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഇന്ന് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ നാളെ നമ്മുടെ അനിയൻ്റെ കൈകളിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കാനും നമ്മുടെ അമ്മയോ അനിയത്തിയോ റോഡിലൂടെ പോകുമ്പോൾ ഇത്തരം ഡ്രഗ്സ് ഉപയോഗിച്ച് അവരെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നാളെ നമ്മുടെ സഹോദരിയെ വിവാഹം കഴിക്കാൻ പോകുന്നൊരു വ്യക്തി ഈ തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ പറയുന്ന പോലെ വലിയ ക്രൈസിസിലൂടെ നമ്മുടെ സൊസൈറ്റി കടന്നു പോകുന്നൊരു സാധ്യതയുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, കോവിഡും നിപ്പയൊക്കെ വന്നപ്പോൾ സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ നമുക്ക് വേണ്ടി ഓടി നടന്നിട്ടുള്ള ഡോക്ടർമാർ, സാമൂഹ്യ പ്രവർത്തകർ കോടികൾ ചെലവഴിച്ച് ഇത്തരത്തിലുള്ള വാക്സിനുകൾ നിർമ്മിക്കുന്നു. നമ്മുടെ ബോർഡറിൽ നമ്മുടെ സോൾജിയേഴ്സ് നമുക്ക് വേണ്ടി രാവും പകലുമില്ലാതെ കാവൽ നിൽക്കുന്നു. അതിലൊരുപാട് പേർക്ക് ഇഞ്ചുറി പറ്റുന്നു, കുറേ പേര് മരണപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തെ പൗരന് ഒരു തരത്തിലുള്ള പോറൽ പോലും ഏൽക്കാൻ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ആഗ്രഹിക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് നമ്മുടെ ചില ചേട്ടന്മാർ ചെയ്യുന്നതോ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്നതിൽ ഭയമോ ആശങ്കയോ ഇല്ലാതെ ഇത്തരം കേസുകളിൽ വീണ്ടും വീണ്ടും ചെന്നെത്തിപ്പെടുകയാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനും അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടാനും നമുക്ക് സാധിക്കണം. ഒരിക്കൽ പോലും നമുക്ക് ഈ ഡ്രഗ്സ് മാഫിയയുടെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് അല്ലെങ്കിൽ ഒരൊറ്റപ്പെട്ട ഫൈറ്റ് നമുക്ക് സാധിക്കില്ല. ആ ഫൈറ്റ് ചിലപ്പോൾ നമുക്ക് വളരെ അപകടമുണ്ടാക്കാം. നമ്മുടെ പ്രതിഷേധങ്ങൾ എപ്പോഴും കൂട്ടമായിരിക്കണം. മാസ് പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും അയാൾ ഇപ്പോൾ ചെയ്യുന്ന ക്രൈമിൽ നിന്ന് പിൻവലിയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും, അതുറപ്പാണ്. കാരണം ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളാവുമ്പോഴാണ് അവർക്കിത് വലിയ സംഭവം അല്ലാതായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ നാട്ടിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ, പാൻ മസാലകൾ വിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ മുഴുവൻ വിഭാഗത്തിലെ ആളുകളും, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഇവരെല്ലാവരും ഇടപെട്ടുകൊണ്ട് ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് നിർത്താതിരിക്കാൻ സാധിക്കില്ല. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങൾ എപ്പോഴും ഒരു മാസ് പ്രൊട്ടസ്റ്റ് രൂപത്തിലേക്ക് വരണം. സ്കൂളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ അധ്യാപകരെ അറിയിക്കണം. നമുക്കതിന് അധ്യാപകർക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത്തരം ഇൻഫർമേഷൻസ് അറിയിക്കാൻ നേർവഴി എന്ന് പറഞ്ഞൊരു നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട്. ഈ ഡി അഡിക്ഷൻ സെൻറ്റർ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു മെൻ്റലായിട്ട് പ്രോബ്ലമുള്ള ആളുകൾക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലമല്ല. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകാനുള്ള ഭയം അതാണ്. എനിക്കവിടെ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും അല്ല. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ളൊരിടം മാത്രമാണത്. ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട്. പിന്നെ നമുക്കൊരു ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പരിസര പ്രദേശം പോലും ചിലപ്പോൾ ഇത്തരം സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഇടപെടലുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സജീവമായിട്ട് തന്നെ അതിൽ ഇടപെടണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. വളരെ രഹസ്യമായ രീതിയിൽ വേണം നമ്മൾ ഇത്തരം ഇൻഫർമേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് പോലും നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കേണ്ടതില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിദ്യാർത്ഥി ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ
അവനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അവനെ ഹരാസ് ചെയ്യുന്നതിന് പകരം അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പക്ഷേ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനോ പോലീസ് ഉദ്യോഗസ്ഥനോ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക് വളരെ വിജയകരമായി ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയിട്ടുള്ള വാക്കുകളൊക്കെ ഒരു പക്ഷേ ഇത്തരം സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കും. അപ്പോൾ നമുക്ക് എല്ലാ സപ്പോർട്ടിനും നിങ്ങളുടെ അധ്യാപകരുണ്ട്, ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ ഇത്തരം സാമൂഹ്യ പ്രവണതകളെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മാത്രം കാര്യമായി കാണാതെ ആസ് എ സിറ്റിസൺ ഇത് എതിർത്ത് തോൽപ്പിക്കേണ്ട, ഇത്തരം പ്രവണതകൾ എതിർത്ത് തോൽപ്പിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. ഒരു കുട്ടിയെങ്കിലും ഈ ഡ്രഗ്സിൽ നിന്ന് മോചിപ്പിച്ച് അവൻ്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല അവയർനെസ് പ്രവർത്തനം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.